വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു ആർമി പടത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു. संदेशे आते हैं हमें तड़पाते हैं जो चिट्ठी आती है तो पूछे जाती है कि घर कब आओगी. ആ പാട്ട് കേൾക്കാത്തൊരു മലയാളിയും അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയേറെ ഇറങ്ങി വന്ന എല്ലാ ആൾക്കാരിലേക്കും റേഡിയോയിൽ നിന്നും അതിനുശേഷം ടി വിയിൽ നിന്നും ഒക്കെ കേട്ട ഒരു കൾട്ട് ക്ലാസിക് പാട്ട് തന്നെയായിരുന്നു ആ പാട്ടെന്ന് പറയുന്നത്, സന്ദേശയാത്ര എന്ന് പറയുന്നത്. ആ സിനിമയും അതുപോലെ തന്നെയായിരുന്നു, ബോർഡർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കുഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇതാ ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. എന്താകും ഏതാകും എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ ഹിന്ദിയിൽ പൊതുവേ കഥകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ സിനിമയുടെ സീക്വലുകളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അത്തരത്തിലുള്ളൊരു കോമാളി പീസാക്കി മാറ്റരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ ഈ ട്രെയിലർ കാണാൻ പോകുന്നത്. ട്രെയിലർ 2 ദിവസം മുമ്പ് റിലീസായിരുന്നു. എന്തായാലും ഈ സിനിമ ഞാൻ കാണാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഈ സന്ദേശയാത്ര എന്ന് പറയുന്ന പാട്ടിൻ്റെ അടുത്തൊരു വെർഷൻ ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം വരുന്ന ഒരു പാട്ട് തന്നെയാണ് അവർ റിലീസാക്കിയത്. അതും എനിക്ക് കേട്ടപ്പോൾ ഒരു ഫീല് കിട്ടി. നല്ല രീതിയിൽ അതിനെ ഒരു റീമാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയ ലിറിക്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പാട്ടിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട്, അതൊരു തിയേറ്ററിൽ കേൾക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ബോർഡർ 2 എന്ന് പറയുന്ന സിനിമ എന്തായാലും ഞാൻ കാണാൻ പോകുമെന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ട്രെയിലർ കണ്ടതിന് ശേഷം സിനിമ മൊത്തത്തിൽ ഇരുന്ന് ഞാൻ എൻജോയ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ചിഹ്നം കാണുക. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കും. സോ അത് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. നമ്മുടെ ടി സീരീസിലാണ് ഇത് റിലീസായിരിക്കുന്നത്. കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വിഷ്വൽസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് ട്രെയിലറേ കണ്ടില്ല എന്ന് വരാം. എന്നോടൊന്നും തോന്നരുത്. ലെറ്റ്സ് സീ, ലെറ്റ്സ് റിയാക്ട്. 4.2 crore ആയി, ദൈവമേ. കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ മിന്നാരത്തിനകത്ത് പറയുന്ന പോലെ നിൻ്റെ വായിക്കകത്ത് കയറിയിരുന്ന് വെടി വെക്കണമല്ലോടാ എന്ന് പറയുന്നതാണോ ഇത്ര എടുത്ത്? 1971 ഇൻസ്പയർഡ് പോയി. ഇതല്ലേ നമ്മുടെ മറ്റേ സിനിമ ലാലേട്ടൻ മേജർ രവി 1971 ആ സെയിം കഥയാണ്. അതിലും അതിനെന്താ പറയുക, ബീരങ്കിയോ? അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയാണ് സൗണ്ട് പുള്ളിയുടെ. സിൻസോളാ ഒറ്റ കണ്ടന്റ് മതി പടം കാണാൻ.
റിപ്പബ്ലിക് ദിനം. ബോർഡർ 23. അനുരാഗ് സിംഗ് 23-ാം തീയതിയാണ് പടം റിലീസ്. ട്രെയിലർ നൈസായിരുന്നു. നമ്മുടെ 3 ഫോഴ്സും, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ഫോഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്, ഇവർ 3 പേരും ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ് കാണിച്ചിരിക്കുന്നത്. പഴയ സിനിമയിലും ഇതുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നാൾ മുമ്പ് കണ്ടുകൊണ്ട് അത്ര ഓർമ്മ വരുന്നില്ല. അതിൽ എയർഫോഴ്സും ആർമി ഫോഴ്സും അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ നേവി ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ഓർമ്മയിലേക്ക് വരുന്നില്ല. എന്തായാലും ഇതിൽ 3 പേരും ഉണ്ട്. അപ്പം ആ 3 പേരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ്, വരുൺ ധവാൻ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാട്ടുകാരനായിട്ടുള്ള പുള്ളി, പിന്നെ മറ്റേ ടീമിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവർ 3 പേരും കൂടി ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പും പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഇമോഷൻസും ഈ സിനിമയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സണ്ണി ഡിയോള് എന്തായാലും പുള്ളിയുടെ സൗണ്ട് കൊണ്ട് പുള്ളി തകർത്ത് വാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അന്യായ സീനുകളൊക്കെ വെച്ച് വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. നല്ല രീതിയിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പഴയ സിനിമയിലൊക്കെ ജാക്കി ഷെറോഫ് ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഉണ്ടായിരുന്നു, ഒരു എയർഫോഴ്സുകാരനായിട്ടായിരുന്നു. അപ്പോൾ സണ്ണി ഡിയോൾ അതിനകത്ത് സുനിൽ ദത്തും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ആട്ടെ. അപ്പം ബോർഡർ 2 23-ാം തീയതി, ജനുവരി 23-ാം തീയതി റിലീസാണ്. 24-ാം തീയതിയോ 25-ാം തീയതിയോ ഞാൻ കാണാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം കണ്ടതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം വരുന്നതുമായിരിക്കും. എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, സന്ദേശ് സേ ആത്തെ ഹേ എന്ന് പറയുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ആ പാട്ടിനോട് എത്രത്തോളം നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം. മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ഹൈപ്പ് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.